നമുക്കും ഉണ്ടായിരിക്കട്ടെ. Lent is not a season of comfort. നോമ്പ് സൗകര്യത്തിൻ്റെതായ കാലമല്ല. നോമ്പ് ആത്മപരിശോധനയുടെയും ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതിൻ്റെതായ ഒരു കാലമാണ്. ഇത് നിങ്ങളുമായി അല്പസമയം ചിന്തയ്ക്കായിട്ട് എടുത്തതായ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് ഏവങ്കേലിയോൻ എന്ന സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള വാക്യങ്ങളാണ്. Gospel according to St. Luke chapter 6 verses 27 to 36. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു വേദഭാഗമാണ് ഈ ഒരു വേദഭാഗം. ഒരു ക്രിസ്തീയ ജീവിതത്തിൽ എന്തൊക്കെ അനുഭവങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് വളരെയധികം ഭംഗിയായി കാട്ടിത്തരുന്നതായ ഒരു വേദഭാഗമാണ്. സ്നേഹത്തിൻ്റെ ഒരു രൂപമുണ്ടെങ്കിൽ അത് വളരെ ഭംഗിയായിട്ട് ഈ ഒരു വേദഭാഗം നമുക്ക് വരച്ച് കാണിച്ചു തരുന്നുണ്ട്. കർത്താവ് പറയുന്നതായ കാര്യമാണ്, ശത്രുവിനെ സ്നേഹിക്കുക. നാം പലപ്പോഴും റോഡിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ എതിരെ വരുന്നതായ വാഹനം നമുക്കെതിരെ തെറ്റായി വരികയാണെങ്കിൽ, എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വളരെയധികം കോപം ഉളവാകാറുണ്ട്. ഒരു പരിചയമില്ലാത്തവർ, ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്തവർ നമുക്കെതിരെ തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ കോപം വരുമെങ്കിൽ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമുക്ക് അടുപ്പമുള്ളവർ നമുക്കെതിരെ പ്രവർത്തിച്ചാൽ നമുക്ക് എത്രമാത്രം വിഷമവും വിദ്വേഷവും ഉളവാകുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നത്. കർത്താവ് പറയുന്നത് ശത്രുവിനെ സ്നേഹിക്കണമെന്നാണ്. ഇത് അടുത്ത ലെവലിലേക്ക്, നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നതായ ഒരു കാര്യമാണ്. സ്നേഹിക്കുന്നവർ നമുക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ക്ഷമിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ശത്രുവിനെ നമുക്ക് എങ്ങനെ സ്നേഹിക്കാൻ സാധിക്കും? പലപ്പോഴും നമുക്കിതൊരു അസാധ്യമായ കാര്യമായിട്ട് തോന്നുമെങ്കിലും ദൈവിക കൃപയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശത്രുവിനെ സ്നേഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. ശത്രു തീർച്ചയായിട്ടും നമുക്കെതിരെ പ്രവർത്തിക്കും, നമുക്കെതിരെ ആ ശത്രു നിൽക്കും. തീർച്ചയായിട്ടും നാം ക്ഷമിച്ചാൽ പോലും ആ ശത്രു നമുക്കെതിരെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യും. എന്നാൽ കൂടി ആ ശത്രുവിനെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ ഒരു സ്നേഹം, ദൈവിക കൃപ, ദൈവിക സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കൂ. നാം ക്രൂശിൽ കാണുന്നതായ സ്നേഹവും ഇത് തന്നെയാണ്. ക്രിസ്തുവിനെ ദ്രോഹിച്ചവർ, ക്രിസ്തുവിനെതിരെ നിന്നവർ, ക്രിസ്തുവിനെ വെറുത്തവർ ക്രിസ്തുവിനെതിരെ പ്രവർത്തിക്കുമ്പോൾ ക്രിസ്തു അവരെ സ്നേഹിക്കുകയാണ് ചെയ്തത്, അവരോട് ക്ഷമിക്കുകയാണ് ചെയ്തത്. ഈ ഒരു സ്നേഹമാണ് നാം ഈ നോമ്പ് കാലത്തിൽ കൂടെ നാം ആർജിച്ച് എടുക്കേണ്ടത്. ആ ദൈവിക കൃപ ഈ നോമ്പ് കാലത്തിൽ കൂടെ നാം ആർജിച്ചെടുക്കണം. രണ്ടാമത് നാം കാണുന്നതായ സ്നേഹത്തിൻ്റെ രൂപം എന്ന് പറയുന്നത് ദുഷ്ടത അല്ലെങ്കിൽ വെറുപ്പിൻ്റെതായ ചക്രം നശിപ്പിക്കുന്നതായ സ്നേഹം. ക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങളെ ഒരാൾ അടിക്കുകയാണെങ്കിൽ, ചെകിട്ടത്ത് അടിക്കുകയാണെങ്കിൽ മറ്റേ ചെകിടും കാണിച്ചു കൊടുക്കുക. ഇത് ഒരു ഭീരുത്വത്തിൻ്റെ ലക്ഷണമല്ല, മറിച്ച് ഞാൻ അനുഭവിച്ചതായ വേദന അത് മറ്റുള്ളവർ അനുഭവിക്കാതിരിക്കുവാനുള്ളതായ ഒരു തീരുമാനമാണ്. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ പറയുന്നതായ ഒരു വാചകമുണ്ട്, ഹെയ്റ്റ് മൾട്ടിപ്ലൈസ് ഹെയ്റ്റ്, വയലൻസ് മൾട്ടിപ്ലൈസ് വയലൻസ് ആൻഡ് ഡാർക്ക്നെസ് മൾട്ടിപ്ലൈസ് ഡാർക്ക്നെസ്. പകയെ വർദ്ധിപ്പിക്കുന്നു, ഹിംസയെ വർദ്ധിപ്പിക്കുന്നു, അന്ധകാരത്തെ വർദ്ധിപ്പിക്കുന്നു. ഈ അന്ധകാരത്തെ നശിപ്പിക്കണമെങ്കിൽ വെളിച്ചം ഉണ്ടാകണം. നാം പകയോടും വിദ്വേഷത്തോടും നിൽക്കുവാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ വീണ്ടും പകയും വിദ്വേഷമേ അത് മൾട്ടിപ്ലൈ ആയി വരികയും, മറിച്ച് നാം ക്ഷമിക്കുകയാണെങ്കിൽ, സ്നേഹിക്കുകയാണെങ്കിൽ ആ ഒരു ചക്രം തകരുകയും മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ളതായ കരുത്ത് നാം ആർജിച്ച് എടുക്കുകയും ചെയ്യാൻ സാധിക്കും.
അതുതന്നെയാണ് നാം കർത്താവിൻ്റെ ക്രൂശുമരണത്തിൽ നാം കണ്ടത്. തന്നെ ദ്രോഹിക്കുമ്പോൾ, തന്നെ ദ്വേഷിക്കുമ്പോഴൊക്കെ ക്രിസ്തു അവരോട് ക്ഷമിക്കുകയും അവരോട് പ്രതികാരം ചെയ്യാതിരിക്കുകയും ചെയ്യുക. ആ ഒരു ചക്രം, വിദ്വേഷത്തിൻ്റെ വേർപിച്ച ചക്രം അവിടെ നശിപ്പിക്കുകയും സ്നേഹവും കരുണയും ക്ഷമയും അവിടെ കാണിച്ചു തരികയും ചെയ്യുകയാണ്. ഈ ക്ഷമയും കരുണയും ഒക്കെ നാം കാണിക്കുമ്പോൾ ശത്രുവിനെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഈ നോമ്പുകാലത്ത് ആ ദൈവിക കൃപ നാം ആർജിച്ചെടുക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും കരുതുവാനും അവരെ ദൈവിക സ്നേഹം അവർക്ക് കാണിച്ചു കൊടുക്കുവാനും നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ അവരെ അനുഗ്രഹിക്കട്ടെ.